അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. ആധുനിക ഇന്ത്യയിൽ വെറുപ്പ് പ്രചരിപ്പിക്കാൻ നിർലോഭമായി ഉപയോഗിക്കപ്പെടുന്ന രണ്ടു നാമങ്ങളാണ് ഔറംഗസീബിന്റെയും ഛത്രപതി ശിവജിയുടെയും. ഛത്രപതി ശിവജി മുഗൾ ഭരണകൂടത്തിനെതിരായി യുദ്ധം ചെയ്ത മറാത്ത രാജാവായിരുന്നില്ല. മുഗൾ ഭരണപ്രദേശങ്ങളിലെ ചിലയിടങ്ങളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളും കൊള്ളകളും നടന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അതിൽ പൊറുതിമുട്ടിയ ജനങ്ങളുടെ പരാതികളുടെ പ്രവാഹമുണ്ടായപ്പോൾ രജപുത്ര രാജാവായിരുന്ന രാജ ജയ്സിംഗിന്റെ നേതൃത്വത്തിൽ ശിവജിയെ നേരിടുന്നതിനു വേണ്ടി ഔറംഗസീബ് ചക്രവർത്തി ഒരു സൈന്യത്തെ നിശ്ചയിക്കുകയും ജയ്സിംഗിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോട് ശിവജി അടിയറവ് പറയുകയും സന്ധിക്കായി അപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. രാജ ജയ്സിംഗ് ശിവജിക്ക് സന്ധിക്കുള്ള അവസരം നൽകുകയും സ്വന്തം മകനായ സംഭാജിയെ മുഗൾ കൊട്ടാരത്തിൽ ദാസ്യവേലക്ക് നിശ്ചയിക്കുന്നതുൾപ്പെടെ തന്റെ 23 കോട്ടകൾ മുഗൾ ഭരണത്തിന് അടിയറവ് വെക്കുന്നത് ഉൾപ്പെടെ യുദ്ധക്കപ്പമായി ആയിരക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ നൽകുന്നതുൾപ്പെടെ നൽകിയാണ് പുരന്ദർ സന്ധി എന്ന പേരിൽ 1665 സന്ധിയിൽ ശിവജി ഒപ്പുവെച്ചത് എന്നാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനുശേഷം രാജ ജയ്സിംഗ് ശിവജിയെപ്പോലെ ധീരനായ ഒരു മനുഷ്യനെ തങ്ങളുടെ ശത്രുവായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നതിന് പകരം ഡക്കാനടക്കമുള്ള പ്രദേശങ്ങളിൽ മുഗൾ ഭരണകൂടത്തിനെതിരെ നടക്കുന്ന ഉപജാപങ്ങളിൽ ആ ഉപജാപ ശ്രമങ്ങളെ പൊളിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി ശിവജിയെ നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ശിവജിക്ക് മുഗൾ ഭരണകൂടവുമായുള്ള സൗഹൃദപൂർണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയുമാണ് രാജ ജയ്സിംഗ് ചെയ്തത്. രാജ ജയ്സിംഗ് എന്ന രജപുത്ര രാജാവിന്റെ ഈ തീരുമാനങ്ങൾക്കെല്ലാം ഔറംഗസീബ് ഒപ്പം നിന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഒടുവിൽ രാജ ജയ്സിംഗിന്റെ സന്ധിയിൽ ഒപ്പിട്ട് മുഗൾ ഭരണത്തോട് സൗഹൃദം സ്ഥാപിച്ച ശിവജി ബിജാപ്പൂരിലേക്ക് മുഗൾ ഭരണകൂടം നടത്തിയ പടയോട്ടത്തിലടക്കം മുഗൾ ഭരണകൂടത്തെ സഹായിച്ചു എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും രാജ പദവി നൽകപ്പെടുകയും ചെയ്തിരുന്നു ശിവജിക്ക് എന്നാണ് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. എങ്കിലും ശിവജിക്ക് മുഗൾ ഭരണകൂടത്തോട് ഔറംഗസീബ് ചക്രവർത്തിയോട് നീരസമുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തനിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുഗൾ ഭരണകൂടത്തെ സഹായിച്ച മറാത്ത പ്രഭുവായിരുന്ന നാദുജിക്ക് മുഗൾ ദർബാറിലുണ്ടായിരുന്ന അതേ പദവിയാണ് തനിക്ക് നൽകപ്പെട്ടത്. അതിനേക്കാൾ ഉയർന്ന ഒരു പദവി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ആ പദവി ലഭിക്കാത്തതിന്റെ പേരിലുള്ള ഒരു അനിഷ്ടം ശിവജിക്ക് മുഗൾ ഭരണകൂടത്തോടുണ്ടായിരുന്നു. എങ്കിലും മുഗൾ കൊട്ടാരത്തിലേക്ക് എത്തിയ അദ്ദേഹം മുഗൾ കൊട്ടാരത്തിലെ നയപരിപാടികൾ അനുസരിച്ച് അവിടെ താമസിക്കുകയും രാജാവിനെ മുഖം കാണിക്കുകയും കുറച്ചു മാസങ്ങൾക്ക് ശേഷം മടങ്ങിപ്പോകണമെന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ പണ്ടുള്ള ഒരു ആക്രമണത്തിൽ നിലംപരിശാക്കപ്പെട്ടു പോയ ഷായിസ്ത ഖാന്റെ പത്നി അവർ രാജകുടുംബാംഗമായിരുന്നു. അവർ ശിവജിയെ കാണുകയും ശിവജിക്ക് സൂറത്ത് എന്ന് പറയുന്ന സമ്പന്നമായ നഗരം കൊള്ളയടിച്ചതിൻ്റെയും തൻ്റെ ഭർത്താവിൻ്റെ വകവരുത്തിയതിൻ്റെയും പേരിലുള്ള ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ രാജകുടുംബാംഗത്തിന്റെ അപേക്ഷ നിരസിക്കപ്പെടില്ലെന്നും താൻ വധിക്കപ്പെട്ടേക്കുമോ എന്നുള്ള ഒരു ജീവഭയം ശിവജിക്ക് ഉണ്ടാവുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹം രോഗിയായി അഭിനയിക്കുകയും കുറച്ചു നാളുകൾക്ക് ശേഷം രോഗം മാറിയെന്ന് പറയുകയും രോഗം മാറിയതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ നാട്ടിലെ ഫക്കീറുമാർക്കും മുനിമാർക്കും ഭക്ഷണം നൽകണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പഴക്കൂടകൾ ഫക്കീറുമാർക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വണ്ടികൾ തയ്യാറാക്കപ്പെടുകയും അതിലുള്ള ഒരു പഴക്കൂടയിൽ വായി മൂടപ്പെട്ട പഴക്കൂടക്കുള്ളിൽ ശിവജി രക്ഷപ്പെട്ടുപോയി എന്നാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശിവജിയുടെ ആ രക്ഷപ്പെടലിന് പിന്നിൽ പോലും ഔറംഗസീബ് ചക്രവർത്തിയുടെ മൗനാനുവാദമുണ്ടായിരുന്നു എന്നാണ് ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആഗ്ര പോലുള്ള വലിയ സുരക്ഷിതമായ വലിയ കാവൽ പടയാളികളുള്ള ഒരു പ്രദേശത്തു നിന്നും ശിവജിക്ക് ഒരിക്കലും സുഗമമായി രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം ചരിത്രം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. രാജ ജയ്സിംഗിന്റെയും ഔറംഗസീബിന്റെയും അനുവാദത്തോടുകൂടി തന്നെയാണ്
ശിവജി ആഗ്ര കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ശിവജിക്ക് ഒരു മുസ്ലിം വിരോധമോ ഔറംഗസീബിന് ഹിന്ദു വിരോധമോ ഉണ്ടായിരുന്നില്ല എന്നും അക്കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾക്കിടയിലുള്ള സ്വാഭാവികമായ ഒരു പോര് എന്നതിനപ്പുറത്ത് വെറുപ്പിന്റെ പ്രതീകങ്ങളായി രണ്ടുപേരെയും ചിത്രീകരിക്കുകയും രണ്ടു മതവിഭാഗങ്ങൾക്കിടയിലുള്ള ശത്രുത വളർത്തുന്നതിന് ആ കഥകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ അപകടകരമായ പ്രവണതകളാണ് സൃഷ്ടിക്കാൻ തുടങ്ങുന്നത്. പരമാവധി പറയേണ്ടത് സൗഹൃദത്തിൻ്റെതായ കഥകളാണ്, സത്യത്തിൻ്റെതായ കഥകളാണ്, സ്നേഹത്തിൻ്റെതായ കഥകളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.